ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ കുറേ പേരൊക്കെ എന്നെ മറന്നുപോയി കാണും. കുറേ നാളായി നമ്മൾ കണ്ടിട്ട്. ഞാനിപ്പോൾ വീഡിയോസൊന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യാറേ ഇല്ല നമ്മുടെ ഈ ചാനലിൽ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം കേട്ടോ. ഞാൻ ഇടയ്ക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറന്നു പോവാതെ എന്തായാലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അതായത് നമ്മൾ തമ്മിൽ ഉള്ള ഒരു കണക്ഷൻ വിട്ടു പോവാതെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. രാവിലെ തന്നെ ഞാനൊന്ന് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട്. ഞായറാഴ്ചയാണ് മിക്കവാറും ഞങ്ങൾ അമ്പലത്തിൽ പോകാറ്. ഇന്ന് പിന്നെ ഞാൻ തന്നെയാണ് പോയത്. ഷൈച്ചേട്ടനും പാറുവൊന്നും വന്നില്ല. ഇവിടെ ചെന്നൈയിൽ നല്ല ചൂടാണ് കേട്ടോ. സമ്മർ ഇങ്ങനെ പൊടിക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂട് കുറഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് കുറഞ്ഞു എന്നൊന്നും പറയാറായിട്ടില്ല, എന്നാലും. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ചൂട് പറഞ്ഞപ്പോൾ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കണ്ട. ചൂടെന്ന് പറഞ്ഞാൽ അസഹ്യമായ ചൂടാണ്. രാവിലെ 7 മണിയാകുമ്പോൾ ഒരു 10-11 മണിയായ വെയിലാണ്. ആ വെയിലും ചൂടും. അപ്പോൾ നമ്മൾ ടയേർഡായി പോകും. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ അമ്പലത്തിൽ പോകൊക്കെ ഞാൻ മാറ്റി വെച്ചേക്കുമായിരുന്നു. ഇവിടെ വീട്ടിലിരുന്ന് വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുക, അതൊക്കെ തന്നെ. പിന്നെ നാട്ടിൽ പോയപ്പോൾ ഇഷ്ടംപോലെ അമ്പലത്തിലൊക്കെ പോയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടാണ് പോയത്. മാവ് ഒക്കെ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കലക്കി വെച്ചു. അതിനുശേഷം കുറച്ച് മസാല ഉണ്ടാക്കി വെച്ചു. ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച്. ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ മസാല ഉണ്ടാക്കുന്നത്. എനിക്ക് നല്ല ടേസ്റ്റായി തോന്നാറുണ്ട്. ഒരുപാട് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. ഒരു കുക്കറിൽ ഒറ്റ വിസിലിൽ കാര്യം നടക്കും. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ അത്. അങ്ങനെ മസാല ഉണ്ടാക്കി. പിന്നെ സാമ്പാർ ഞാൻ പറഞ്ഞല്ലോ, സാമ്പാർ ഇന്നലത്തെ സാമ്പാറാണ്. അപ്പോൾ സാമ്പാറിൻ്റെ കാര്യം, സാമ്പാർ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചില്ല. കുറച്ച് നമുക്ക് ആവശ്യമുള്ള അത്രയും, അതായത് രാവിലെ ദോശയ്ക്ക് എന്തോരം വേണോ അത്രയും മാത്രം ഉണ്ടാക്കി കുക്കറിൽ തന്നെ വെച്ചു. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചു. തലേദിവസം രാത്രി കിടക്കാൻ നേരത്ത് ഒന്ന് തിളപ്പിച്ച് വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ നമുക്ക് കേടാവാതെ, അതായത് ഒട്ടും കേടാവാതെ നമുക്ക് അത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് ഉച്ച വരെ ഇരുന്നാലൊന്നും കേടാവാൻ പോണില്ല. ഉച്ചയ്ക്ക് നമുക്ക് ചോറിന് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഈ ഇത്രയും ചൂടുള്ള സമയത്തും ചെന്നൈയിൽ അത് കേടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നാട്ടിൽ എന്തായാലും അതിൽ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുറച്ച് സാമ്പാറൊക്കെ ഉള്ളൂ, പിറ്റേ ദിവസത്തേക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യാം, സാമ്പാർ ഒട്ടും കേടാവില്ല. നമ്മൾ മോരുകറിയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ നേരെ തിരിച്ചാൽ മോരുകറി ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. എന്താണെന്ന് വെച്ചാൽ മോരുകറിയിൽ തൈര് ഒഴിക്കുന്നതുകൊണ്ട് പുളി കൂടും ഇരിക്കുമ്പോൾ. എനിക്ക് ഒരുപാട് പുളിയുള്ളത് എനിക്ക് മാത്രമല്ല ഷൈച്ചേട്ടനും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മോരുകറി ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. സാമ്പാർ ഇതുപോലെ ബാലൻസ് ഉണ്ടെങ്കിലൊക്കെ കുറച്ചൊക്കെ ഉള്ളെങ്കിൽ ഞാൻ ഇതുപോലെ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ചട്നിയും കൂടെ ഉണ്ടാക്കണം. മസാല ദോശ എന്ന് പറയുമ്പോൾ സാമ്പാർ മാത്രം പോരല്ലോ, ചട്നിയും കൂടെ വേണ്ടേ. അപ്പം ചട്നി ഞാൻ തേങ്ങ ഒന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഫ്രഷായിട്ട് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തേങ്ങ ചിരകി അതൊക്കെ ഒന്ന് ഒതുക്കി പെട്ടെന്ന് തന്നെ റെഡിയാക്കി കേട്ടോ ഞാൻ. എന്താണെന്ന് വെച്ചാൽ രാവിലെ ഇന്നിപ്പം ഈ സമയത്ത് ഇത്തിരി ചൂടൊക്കെ കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് രാവിലെ കുക്ക് ചെയ്യാനൊക്കെ ഒരു ഉത്സാഹമുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ചൂടങ്ങോട്ട് കൂടി കഴിയുമ്പോഴേ അടുക്കളയിൽ നിൽക്കാനേ തോന്നില്ല. ഏതോ ഈ ഇഡ്ഡലിച്ചെമ്പിലൊക്കെ കയറിയിരിക്കുന്ന ഒരവസ്ഥയായിരിക്കുള്ളൂ. ദേഹാസകലം ഇങ്ങനെ വിയർത്ത് ഒഴുകി. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ പോയിട്ട് അവിടെ നിൽക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഞാൻ വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കുമായിരുന്നു. നമുക്കൊട്ടും തോന്നില്ല. അത് ചെന്നൈയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. എന്തായാലും നമുക്ക് നമ്മുടെ വെതർ എങ്ങനെയാണോ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ പരാതിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയാണ് അത് നന്നായിട്ട് ആ സമയത്ത് നന്നായിട്ടിരിക്കാൻ പറ്റുക എന്നുള്ളത് മാത്രം നോക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ കൂടുതൽ നമ്മൾ ചൂടത്ത് നിൽക്കാതിരിക്കുക, അതൊക്കെ തന്നെ കാര്യം. അപ്പോൾ നമ്മുടെ മസാല ദോശ ആയിക്കൊണ്ടിരിക്കുകയാണ്. മസാല ദോശ കടയിൽ പോയി കഴിക്കുന്ന അത്ര ടേസ്റ്റിൽ എനിക്ക് വീട്ടിൽ തോന്നാറില്ല കേട്ടോ. അതിപ്പോൾ നമുക്ക് ആ ഒരു ആംബിയൻസിലിരുന്ന് കഴിക്കുന്നത് കൊണ്ടും നമുക്ക് ഇങ്ങനെ ഒരാൾ ഉണ്ടാക്കി തരുന്നത് കൊണ്ടും ഒക്കെ ആയിരിക്കും. നമ്മൾ തന്നെ ഇത് ഉണ്ടാക്കുമ്പം നമുക്കൊരു ഒരു എന്തോ ഒരു ഇത് കുറവ് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. മസാല ദോശയുടെ കാര്യത്തിൽ അത് കറക്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു കുറവ് മിസ്സിങ് പോലെ തോന്നാറുണ്ട്. എന്നാൽ കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോഴല്ലോ അപ്പാര ടേസ്റ്റ് തോന്നും കേട്ടോ. എന്നാൽ ഉണ്ടാക്കി ഞാൻ കൊടുക്കുമ്പോൾ ഷൈച്ചേട്ടനും പാറുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർ കഴിക്കാറുണ്ട്, നല്ലതാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയും.
ദോശ സാധാരണയായിട്ട് ഞാൻ ഇരുമ്പ് ചട്ടിയിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്ക് ഈ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ ഉണ്ട്. അത് ഈ മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല വലുത്, ഇത്രയും വലുതല്ല നമുക്ക് ഇരുമ്പ് ചട്ടിയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ നോൺ സ്റ്റിക്കിൽ പിന്നെ എണ്ണ ഒഴിച്ച് കഴിയുമ്പം നമുക്ക് ആ ദോശ ഇങ്ങനെ മൊരിഞ്ഞ് ഭംഗിയായിട്ട് കിട്ടാതെ വേറൊരു ഇതായി പോകും. പിന്നെ എന്തായാലും നമുക്ക് നെയ് റോസ്റ്റ് പോലെ ഉണ്ടാക്കാനാണ് ഞാൻ എപ്പോഴും ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ നെയ്യും കൂടെ ഒഴിച്ചു. അങ്ങനെ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇരുന്നപ്പോൾ തൊട്ട് അപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിലെ ഒരു അമ്മയുണ്ട്. അപ്പോൾ അവിടെ ഇതുണ്ടാക്കിയപ്പോൾ ഇതെന്താ സാധനം എന്ന് എനിക്കറിയില്ല. അവർ തമിഴ് ആൾക്കാരാണ് കേട്ടോ. അപ്പം ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. അരി കൊണ്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ ഈ പിടി ഉണ്ടാക്കൂലേ, അതുപോലെ ആണ്. അത് നാട്ട് ചക്കര ഉണ്ടല്ലോ, നമ്മുടെ ചക്കര, അതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ. ഇതിൽ ചുക്കും ജീരകവും അങ്ങനെയൊക്കെ എന്തോ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇവർ ഇത് തൊണ്ടവേദന അങ്ങനെയൊക്കെ വരുമ്പം ഈ ഒരു സാധനമൊക്കെ ഉണ്ടാക്കി കഴിക്കുക. അങ്ങനെ ഒരു സ്വീറ്റാണ്, വെറുതെ ഉണ്ടാക്കുന്നതല്ല, നമുക്ക് തൊണ്ടയ്ക്കൊക്കെ നല്ലതാണിത് കഴിക്കുന്നത്. അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഇതിൽ ഇടുന്നത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു മരുന്നായിട്ട് കഴിക്കുന്നതാണെന്ന് നമുക്ക് ഫീൽ ചെയ്യേയില്ല. നല്ലൊരു സ്വീറ്റ് കഴിക്കുന്നതായിട്ട് തോന്നും. അപ്പം എനിക്ക് ആ ഒരു പാനി ഉണ്ടല്ലോ ഇതിലിട്ടേക്കണേ, ആ പാനിക്ക് നമ്മൾ ഈ പെസഹയ്ക്കൊക്കെ ഒരു പാനി ഉണ്ടാക്കൂലേ, ആ പാനീനോട് ചെറിയൊരു സിമിലാരിറ്റി തോന്നി കേട്ടോ. ഫുള്ളല്ല, എന്നാലും ചെറുതായിട്ട്. അപ്പോൾ നല്ലതായിരുന്നു. പാറും ഞാനും ഷൈച്ചേട്ടനും ഒക്കെ കൂടിയാണ് കേട്ടോ കഴിച്ചത്. ഞാൻ കഴിക്കുന്ന വീഡിയോ മാത്രമേ എടുത്തുള്ളൂ എന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉണ്ണാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ നോക്കി. കാരണം ഇപ്പം മസാല ദോശയൊക്കെ കഴിച്ച് ഇച്ചിരി നേരമൊക്കെ ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് വന്നപ്പോഴേക്കും സമയം എന്തായി ഇങ്ങനെ ഓടി ഓടി പോവാം. അപ്പം ഞാനിങ്ങനെ ഇരുന്നതിൻ്റെ കാര്യം, കറികൾ കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. എനിക്കൊരു മീൻ കറി മാത്രം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയാണ് ഇവിടെ മീൻ വാങ്ങിക്കണേ. അപ്പോൾ മീനൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി വെച്ചതുകൊണ്ട് എനിക്ക് വലിയ പണി ഉണ്ടായിരുന്നില്ല. മീൻ വറുത്തു, തോരൻ ഉണ്ടായിരുന്നു, അത് ചൂടാക്കി. നല്ലൊരു കൊഴുവക്കറി ഞാൻ വെച്ചു. അപ്പോൾ അതും കൂടെ കൂട്ടി ഞങ്ങൾ ചോറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.